അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു നനച്ചുകൂളി വീഡിയോ ആണ് കേട്ടോ. ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ ഒഴിവില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് നനച്ചുകൂളിയൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ റമളാനായിട്ട് നമുക്കൊരു പ്രത്യേകമായിട്ട് ഒന്നുകൂടി ഒരു തട്ടിക്കൊട്ടലുണ്ടല്ലോ. ആ ഒരു പരിപാടി വീട്ടിലില്ലാത്ത കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ മക്കളൊക്കെ വീട്ടിലുണ്ട്, ശനി ഞായറായിട്ട് അവരും കൂടെയുള്ള കാരണം അവരിനെയും ഹെൽപ്പിനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം 2 റൂമുകളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 2 റൂമുകളുടെ അവസ്ഥകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഫസ്റ്റത്തെ റൂമിൻ്റെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു. ഇത് രണ്ടാമത്തെ റൂമിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ ചില സമയത്തൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഇതിലൊക്കെ ഉണ്ട്. എല്ലാം ഇനി വലിച്ച് വാരിയിട്ട് എല്ലാ പൊടികളും ഒക്കെ തട്ടി കൊട്ടി വൃത്തിയാക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ടേബിളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ടേബിളും റൂമും ഷോക്കേഴ്സുകളും എല്ലാം പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബിലാൽമോൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ദിവസം വീട്ടിലേക്ക് പോക്കും വരവും പിന്നെ ഞാൻ സ്കൂൾ പോക്കും വരവൊക്കെ ആയിട്ട് മൊത്തത്തിലൊന്ന് ഒക്കെ റഫായിട്ടൊക്കെ എടുക്കണത്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും ക്ലീനിങ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. സിറ്റ് ഔട്ടിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത്. സിറ്റ് ഔട്ടും ആകെ പ്രശ്നമായിട്ടാണ് കിടക്കുന്നത്. എല്ലാവരും സ്കൂളിലേക്ക് പോവുക വരിക, ചെരുപ്പുകളൊക്കെ അഴിച്ചിടുക, ഒക്കെ ഷൂറാക്കൊക്കെ പരന്ന് കിടക്കുകയാണ്. പിന്നെ കിച്ചൻ്റെ കാര്യം പറയണ്ട, തിരുമ്പാളത് പിന്നെ പറയേ വേണ്ട, അതങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട്. കിച്ചണൊക്കെ ആകെ ഫുള്ള് ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു റൂമിൽ നിന്ന് തന്നെ ഈ പുതപ്പൊക്കെ തിരുമ്പാളാണ്. ബാക്കിയുള്ള കുറേ പുതപ്പുകളും കമ്പിളി പുതപ്പുകളും കോസടികളൊക്കെ ഞാൻ കംപ്ലീറ്റ് തിരുമ്പിയിട്ട് ഒരു ദിവസം ഒഴിവുള്ള ദിവസം ശനി ഞായർ ഞാനൊക്കെ തിരുമ്പി മടക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഇതെൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ഫർദകളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തൂക്കിയിട്ടിരിക്കുകയാണേ. ഇതാണ് കേട്ടോ ഒക്കെ മടക്കി വെച്ചത്. പുതപ്പുകളൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ട് നല്ല കട്ടിയുള്ള പുതപ്പുകളാണ്. അതൊക്കെ ഒഴിവിട്ടുന്ന ദിവസം ശനി ഞായർ തിരുമ്പി വൃത്തിയാക്കിയിട്ട് മടക്കി വെച്ചതാണ് കേട്ടോ. ഇത് അയൺ ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിലത്തെ തുണിയൊക്കെ ഒന്ന് ഇത് തിരുമ്പണം. അതൊക്കെ ആകെ കളറൊക്കെ പിടിച്ച് ഒരു ലെവലായിക്കണം. അതൊക്കെ തിരുമ്പെടുക്കണം. ഇപ്പം ഞാൻ തിരുമ്പാളതൊക്കെ വാരി കൂട്ടി സോപ്പും പൊടി ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഫാത്തിമ കംപ്ലീറ്റ് ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ച് തരാണ് കേട്ടോ. ഡ്രസ്സുകൾ തന്നെ കുറേയൊക്കെ മടക്കി വെച്ച് തന്നു കഴിഞ്ഞാൽ കുറേ സമാധാനമാണ്. ഡ്രസ്സൊക്കെ മടക്കി വെച്ചാലാണ് ഇനി കംപ്ലീറ്റൊക്കെ വലിച്ചിട്ട് മാറോലൊക്കെ തട്ടി വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ അൽമറയ്ക്ക് മടക്കി വെക്കണം കേട്ടോ. ഇനി അൽമറയുടെ മുകളിൽ നിന്നും ഈ കാർബോർഡൊക്കെ വലിച്ചിട്ടിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം മേലേക്ക് തന്നെ കയറ്റി വെക്കുക. എല്ലാതും ഫാൻ തുടക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. ഷോക്കേഴ്സ് ഇപ്പോൾ ഇതാ മോള് ഫാത്തിമ കുറച്ചൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബുക്കുകളൊക്കെ കംപ്ലീറ്റ് വലിച്ചിട്ട് വേണ്ടതും വേണ്ടാത്തതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് ഷോക്കേഴ്സൊക്കെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കണതൊക്കെ തിരുമ്പാനുള്ളതാണ് കേട്ടോ. അതൊക്കെ തിരുമ്പിയിട്ട് കമ്പിളി പോപ്പ് തിരുമ്പൽ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ തിരുമ്പാൻ. അപ്പോൾ ഇതിന് കയ്യിൻ്റെ പണിയൊക്കെ കഴിയും, എന്നാലേ നമുക്ക് ഉഷാറാക്കാം. അതിൻ്റെ ഇടയിൽ ഇത് അവിടെ കോഴി കൊടുന്നുകൊണ്ടിരിക്കുക പറഞ്ഞു. കോഴി വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. ഇനി കോഴി പൊരിക്കാൻ റെഡിയാക്കണം. കേബേജ് ഉപ്പേരിക്ക് മുറിക്കേണ്ടതാണ് കേട്ടോ. ചോറ് വെച്ചിക്കണു, ചോറ് വെന്തിട്ട് ഊറ്റി വെച്ചിക്കണു. കേബേജ് ഉപ്പേരി ഇതാ ആവണു, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി കുക്കറിലുണ്ട്. അടുക്കളത്തെ പണിയുടെ തിരക്കിലിതാ ഫാത്തിമ ഇതൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. വേണ്ടതും വേണ്ടാത്തൊക്കെ ഒഴിവാക്കി ഷോക്കേഴ്സൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ ഇതാ കായം പരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ചിക്കൻ കായം പരട്ടിയിട്ട് ഇനി അവിടെ ഇരിക്കട്ടെ. അത് സെറ്റാകുമ്പോഴത്തേനും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് ദോറസ്കരിച്ചിട്ട് വരാം. എന്നിട്ട് പൊരിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഇൻഷാ അല്ലാ അടുത്ത പണി തുടങ്ങണം. അങ്ങനെ ദോറസ്കാരൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാ കോഴി പൊരിക്കാൻ പോകാൻ കേട്ടോ. കോഴി പൊരിച്ചതിന് ശേഷം എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കണം. കരം കഴിഞ്ഞു. ഇനി നേരെ ചിക്കൻ പൊരിക്കാൻ കേട്ടോ. കറി തൂമിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ
ചിക്കൻ കൂടി പൊരിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കോഴി പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. കംപ്ലീറ്റ് വലിച്ച് പുറത്തൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തി തന്നതാണ് ഫ്രിഡ്ജ്. അനിയത്തിയോടെ പുതിയ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ തന്നതാണ് കേട്ടോ ഈ ഫ്രിഡ്ജ്. മാഷാ അല്ലാ, എല്ലാം വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് വൃത്തിയാക്കണം. ഇതൊക്കെ എടുത്ത് ഇതാക്കിയിട്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് റെഡിയാക്കണം. കോഴി ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഒക്കെ റെഡി ആയിട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. 4 ആളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാം വിളമ്പിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടേബിളിൻ്റെ മുകളിൽ നിന്ന് വലിച്ച് വാരിട്ടതാണ്. അതൊക്കെ ഒരു സൈഡിലേക്കൊന്ന് അടിച്ചാക്കിയിട്ട് വേണം ചോറ് കഴിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത പണി തുടങ്ങിട്ടോ. അൽഹംദുലില്ലാ ഫ്രിഡ്ജിൻ്റെ കുളി കഴിഞ്ഞിട്ടാ. ഫ്രിഡ്ജിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ അൽഹംദുലില്ലാ തിരുമ്പലൊക്കെ അവസാനിച്ചു കേട്ടോ. തിരുമ്പാൻ ഇഷ്ടം പോലെ തിരുമ്പാനുണ്ടായിരുന്നു. പൊട്ടിച്ചാടുമോയെന്ന് സംശയമുണ്ട്. എന്നാലും വേണ്ടില്ല, ഒക്കെ തിരുമ്പി ഇവിടെ ആക്കിയിട്ടിട്ടുണ്ട്. നിർത്തിരാൻ ഇനി കുറച്ച് സമയം വേറെ വേണം. ഒക്കെ തിരുമ്പി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വയ്യ, തലയൊക്കെ വേദനിച്ചിട്ട് വയ്യ. കുറച്ച് റൂമിലത്തെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് കൊടുന്ന നിസ്കാരപ്പായം ഉണ്ടായിരുന്നു. ഇവിടുത്തെ നിസ്കാരപ്പായം ഇന്നലെ നിസ്കാരപ്പായം തിരുമ്പിയിട്ടു. ഇത് അടുക്കളയിലത്തെ കർട്ടൻ, ഈ ഒരു ഭാഗത്തെ കർട്ടൻ തന്നെ ഉള്ളൂ. ഇത് ഇവിടുന്ന് ഊരിയിട്ട് ഇവിടുന്ന് ഊരിയതാട്ടോ കർട്ടൻ. തിരുമ്പി ഉണങ്ങിയതിൻ്റെ ശേഷം വേണം ഇടാൻ. ഇവിടുത്തെ അടുക്കള വർക്കരിയൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കമ്പിളിപ്പോപ്പും തിരുമ്പിയിട്ടുണ്ടായിരുന്നു, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാർന്നപ്പോൾ അയലമ്മക്ക് എടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ റൂമിൽ നിന്ന് എല്ലാം കൂടി വലിച്ച് വാരിയിട്ട് മറ്റേ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ മറ്റേ റൂം സുഖമായിട്ട് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അസറിന് സമയമായിട്ടോ. അപ്പോൾ ആ കട്ടിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നില ഏതായാലും വൃത്തിയേടല്ലേ. അപ്പോൾ കുളിച്ച് അസർ നിസ്കരിച്ചു കേട്ടോ. അസർ നിസ്കരിച്ചിട്ട് ഇനി നല്ലൊരു ചായ കുടിക്കണം. നല്ല തലവേദനയ്ക്കുണ്ട്, ഫുള്ളായിട്ട് പണിയിലായ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോയ സമയത്ത് അവൾ റൂമൊക്കെ വൃത്തിയാക്കുക കേട്ടോ. ഒക്കെ വിരിച്ച് റെഡിയാക്കണേ.
നമ്മുടെ വീടിൻ്റെ പ്ലാനിങ് ഒന്ന് 3D ആയിട്ട് ചെയ്യില്ലേ, ആ വർക്കാണത്. ഇൻഷാ അള്ളാ അത്രയും പെട്ടെന്ന് വീടൊക്കെ ആവാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അങ്ങനെ തൽക്കാലം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ളായിട്ടുള്ള നനച്ചുളി പോലത്തെ ക്ലീനിങ് ആയിട്ടില്ല. അവിടെ വൃത്തികേടായിട്ടുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ച് റെഡി ആക്കിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായി. ഇനി നാളെ നോമ്പല്ലേ, അപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓതാനൊക്കെ ഇരിക്കണ്ടേ. പിന്നെ ഇനി ഫുള്ള് ക്ലീനാക്കാൻ നിന്ന് കഴിഞ്ഞാൽ തറാവീഹ് നിസ്കാരവും കാര്യങ്ങളും ഒന്നും നടക്കില്ല. ഇപ്പം തന്നെ ഫുള്ള് ടയേർഡായിക്കണു. അപ്പോൾ തൽക്കാലമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇൻഷാ അള്ളാ ഇനി നാളെ അടുക്കളയിൽ പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കാനൊന്നും പകൽ പണിയില്ലല്ലോ, നാളെ നോമ്പല്ലേ. അപ്പോൾ കംപ്ലീറ്റ് വലിച്ച് വാരിയിട്ടിട്ട് ഫുള്ള് ക്ലീനാക്കുക ഇൻഷാ അള്ളാ. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ തൽക്കാലം പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇക്കാക റേഷൻ കടയിൽ പോയിട്ട് അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് കേട്ടത്. അങ്ങനെ ഞാൻ നിസ്കാരവും പുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മക്കൾ ഉപ്പച്ചിയും കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ നോമ്പിനുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഉപ്പച്ചിയും മക്കളും കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അങ്ങനെ മക്കളിനായിട്ട് പോവാണ് കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നാളും കൂടിയിട്ട് ഇതാ പോവാണ്. ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, ടാറ്റ, ബായ്. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. എന്തോ അവർ പോയ കടയിൽ ഫുള്ള് തിരക്കാണെന്ന് പറഞ്ഞിട്ട് വേറെ കടയിൽ പോയിട്ട് തൽക്കാലമുള്ള പൊടികൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഉച്ചക്കത്തെ കോഴി പൊരിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കറിയൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ചോറ് കൊടുത്തു കേട്ടോ. കോഴി പൊരിച്ചുള്ള കാരണം എന്ത് സന്തോഷം എന്നറിയാം രണ്ടാൾക്കും. എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇശാസ്കാരും തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം 10:30 മണി കഴിഞ്ഞിരിക്കുന്നു. ഇക്ക വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ നല്ല വിശപ്പ്, പണികളൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പം ഞാനും ഭക്ഷണം കഴിക്കാതിരുന്നു കേട്ടോ. അപ്പം ഞാനും കോഴി പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഞാനും ചോറ് കഴിക്കുകയാണ്. ഇൻഷാ അള്ളാ നാളെ നോമ്പല്ലേ, അത്തായും മുത്തായും ഒക്കെ ഒരേ സമയത്തായിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇൻഷാ അള്ളാ അപ്പം നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് കിച്ചണിൻ്റെ എന്താ പറയുക നനച്ചുളിയാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലുള്ള എല്ലാതും വലിച്ച് വാരിയൊക്കെ കീപ്പിട്ട് ഇടണം. പൊടികളൊക്കെ പാത്രത്തിലാക്കണം. ഈ സ്റ്റാൻഡ് കഴുകണം. പിന്നെ എന്താണ് ആ ഗ്രില്ല് തുടക്കണം. അടിയിലുള്ളത് കംപ്ലീറ്റ് വൃത്തിയാക്കണം. അതായത് സ്ലാബിൻ്റെ അടിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ വലിച്ചിട്ട് കഴുകണം. അങ്ങനെ മൊത്തത്തിൽ കുറേ പണികളുണ്ട്. അപ്പോൾ കിച്ചണിലുള്ള ഒരു ഇതൊക്കെ ടേബിളിൻ്റെ മുകളിൽ കൊടുന്ന് തട്ടിയിട്ടോ, എന്നാലല്ലേ ഇപ്പോൾ കിച്ചണൊന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൊന്നൂനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് തുടക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിക്കാണ് കേട്ടോ. ഷോയ്ക്ക് വയ്യ, എൻ്റെ കൈ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ പണികളൊക്കെ മക്കളെടുത്തിട്ട് ശീലിക്കണമല്ലോ. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അവരെ കൊണ്ട്. അപ്പോൾ അവൾ എന്തൊക്കെയോ അല്ലെങ്കിൽ അവത്തൊക്കെ പറഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അവൾ തുടച്ച് കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ വെള്ളം കൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പണികളൊക്കെ തുടങ്ങാം ഇൻഷാ അള്ളാ.
കഴുകി വെച്ച പാത്രത്തിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പൊടികളൊക്കെ എല്ലാതും പാത്രത്തിലാക്കി വെച്ചിട്ടോ, എല്ലാ പൊടികളും. പൊടികളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. സേമിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ നനച്ചുപൊളി കഴിഞ്ഞു. ഇനി അതിൻ്റേതായിട്ടുള്ള കുറവ് വേണ്ട, സമാധാനം ഉണ്ടായിരുന്നില്ല അതും കൂടി കഴിയാതെ. ഇനിയിപ്പോൾ ആകെ ഈ കർട്ടനൊന്നിടാണ്ട് ബാക്കിയുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാ അടിയിലൊക്കെ ഒതുക്കി ഉള്ള സ്ഥലത്തൊക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി ഒക്കെ ആക്കണ്ടലൊക്കെ ആക്കി പൊടികളൊക്കെ ആക്കി അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ കൂടുതൽ പൊടികൾക്കാണല്ലോ നോമ്പിന് ആവശ്യം. പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എല്ലാ പൊടികളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ക്ലീനാക്കി ഒക്കെ വെള്ളം കുടിക്കാൻ തിളപ്പിക്കാൻ വെച്ചത് കേട്ടോ. ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. മിക്സിയുടെ ഇവിടെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കിട്ടോ അൽഹംദുലില്ലാ. അങ്ങനെ കിച്ചണിൻ്റെ നനച്ചുപൊളി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും.